നമ്മുടെ രാജ്യം വിദേശ സാമ്രാജ്യത്തിനെതിരായി ചരിത്രപരമായ തീവ്രയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ ദേശഭക്തി പ്രകടിപ്പിക്കുകയോ ചെയ്തൊരു പ്രസ്ഥാനമല്ല RSS. സ്വാതന്ത്ര്യാനന്തര കാലത്താണ് അവര് ഇന്നത്തെ ഇന്ത്യയല്ല യഥാർത്ഥ ഭാരതമെന്നും അഖണ്ഡ ഭാരതമെന്ന ഒരു സങ്കല്പം വേറെ ഉണ്ടെന്നും അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകാധിപത്യം നേടുന്നത് ഭരണകൂടത്തിന്റെ സംവിധാനം ഹിന്ദു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം എന്ന വാദം ഉന്നയിച്ചും കടന്നു വരികയാണ്. ആ ഭാരതാംബയെ പൂജിക്കുക, ഇന്നത്തെ ഭരണഘടനയെ പൂജിക്കുകയല്ല, ഇന്നത്തെ ഭരണഘടന പ്രകാരം നമ്മുടെ കൈവശമുള്ള ഭാരതത്തെ പൂജിക്കുകയല്ല, മറ്റൊരു ഭാരതത്തെ നിർമ്മിക്കുക, മറ്റൊരു ഭാരതത്തെ പൂജിക്കുക, മറ്റൊരു ഭാരതത്തിലെ മതരാഷ്ട്രത്തിന്റെ ആധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് പോകുന്നത്. RSSകാർ ഒരു മാനേജ്മെന്റായി പ്രവർത്തിക്കുന്ന ഗണമത്സര സ്കൂളിലെ കുട്ടികളാണ് ഇത് ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ച ആവശ്യമായി. 2, പൊതുമണ്ഡലത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ വളരെ നിന്ദ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തോടും നിയമ സംവിധാനത്തോടും ബഹുമാനമില്ലാത്ത, ബന്ധമില്ലാത്ത, രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു സംഘടനയാണ് RSS. അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന് മേലെ കടന്നാക്രമണം നടത്തി ഒളിയുദ്ധം നടത്തിക്കൊണ്ട് ഒളിച്ചും പാർട്ടും വന്ന് പ്രധാനമന്ത്രി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം, ഗവർണർ സ്ഥാനം, കേന്ദ്രമന്ത്രി സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ തട്ടിയെടുത്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും ഒളിച്ചു കിടത്താൻ തങ്ങളുടെ രാഷ്ട്രീയ യുക്തിയാക്കി മാറ്റിയിട്ടുള്ളതാണ് ഇവിടെ വന്ദേ ഭാരത് വാഹനത്തിന്റെ ഈ ഘട്ടത്തിലും ഒളിച്ചു കിടത്താൻ വേണ്ടി കിടക്കുന്നത്. യഥാർത്ഥത്തിൽ വന്ദേ ഭാരതിലെ ജോലിക്കാർ ഇപ്പൊ കാവി അണിയും നമ്മൾ കാണാം. വന്ദേ ഭാരതിൽ തന്നെ കാവി നമ്മൾ ഇപ്പൊ അണിയിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കുക. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെതിരായി ഒരുമിച്ച് പോരടിക്കേണ്ടത്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുണ്ട്. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരം മതശക്തികളുടെ നിയന്ത്രണത്തിലാവുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നതും പ്രധാനമാണ്. ശ്രീ അനിൽകുമാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. അവർ ഈ വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്ന നടപടിയൊക്കെ അപലപനീയം എന്നാണ് പറയുന്നത്. അതിലെന്താണ് തെറ്റ് മുതലായ കാര്യങ്ങളാണ് ആ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അതുപോലെ തന്നെ ആശങ്കയുണ്ടാക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ RSS ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണമാണ്. അത് എത്രത്തോളം ഗൗരവകരമാണ്? ഇവിടെ തന്നെ മോഹൻ ഭഗവത് അടക്കം പങ്കെടുക്കുകയും RSSന്റെ പല പരിപാടികളും നടത്തുകയും ചെയ്തൊരു വിദ്യാലയമാണിത്. ഇത് കൊച്ചിയിലെ RSSന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടമായിട്ട് അസംബന്ധിച്ച കുറെ കാലമായി. RSSന്റെ ശാഖയിൽ പോകുന്ന കുട്ടികളുടെ ദുരന്തമാണ്, അവരനുഭവിക്കുന്ന ലൈംഗിക ചൂഷണമാണ്. അനന്ത എന്ന് പറയുന്ന ഒരു കുട്ടി വെളിപ്പെടുത്തിയത്, അയാൾ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ തന്നെ RSS വിദ്യാലയങ്ങളിൽ കുട്ടികളെ വിടുന്നത് സുരക്ഷിതമാണോ എന്നത് ഈ രക്ഷിതാക്കൾ പരിശോധിക്കണം. ഇത്തരം മാനേജ്മെന്റുകളുടെ ഈ പക്ഷപാതപരമായ സമീപനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.